തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് കേരളമടക്കം 12 സംസ്ഥാനങ്ങളിൽ സമയപരിധി നീട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്യൂമറേഷൻ ഫോമുകൾ ഡിസംബർ 11 വരെ നൽകാം. ഡിസംബർ 16-ന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. പരാതികളും വിയോജിപ്പുകളും അറിയിക്കാൻ ഡിസംബർ 16 മുതൽ 2026 ജനുവരി 15 വരെ സമയമുണ്ടാകും. അടുത്ത വർഷം ഫെബ്രുവരി 14-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. കേരളത്തിൽ ഒന്നാം ഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഡിസംബർ 9-ന് കരട് പട്ടിക പ്രസിദ്ധീകരിക്കാനായിരുന്നു നിശ്ചയിച്ചിരുന്നത്. പുതിയ തീരുമാനം BLOമാർക്ക് ആശ്വാസമാണ്. MG മിഥുൻ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. കേരളമടക്കം 12 സംസ്ഥാനങ്ങളിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണമാണിപ്പോൾ അതിന്റെ സമയപരിധിയാണിപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീട്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ച് ഈ ഒരു ആവശ്യം നേരത്തെ തന്നെ സർവകക്ഷി യോഗം നടത്തി. അക്കാര്യത്തിലൊരു സമയപരിധി നീട്ടണമെന്നുള്ള ആവശ്യം നേരത്തെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. അതിലൊക്കെ ഒരു ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് ഒപ്പം തന്നെ BLOമാരെയൊക്കെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു നടപടിയാണിപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ സംസ്ഥാനത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നിരവധി തവണ ഈ ഒരു ആവശ്യം രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു. പക്ഷേ ഒരു സംസ്ഥാനത്തിന്റെ മാത്രം ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു നടപടി സ്വീകരിക്കാൻ തങ്ങൾക്ക് ആകില്ല. അതിന് നടപടി സ്വീകരിക്കേണ്ടത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്നുള്ളൊരു വാദമായിരുന്നു നേരത്തെ സംസ്ഥാനത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുകയും ചെയ്തിരുന്നത്. അതിലാണ് ഇപ്പോൾ ഒരു തീരുമാനം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഡിസംബർ 4-നായിരുന്നു ഈ ഒരു സമയപരിധി. ഈ ഡിജിറ്റൈസ് ചെയ്ത ഫോമുകളുടെ വിതരണം ചെയ്തതിനു ശേഷം അവ തിരികെ ഡിജിറ്റൈസ് ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഡിസംബർ 4-നായിരുന്നു. ഒപ്പം തന്നെ കരട് വോട്ടർ പട്ടിക പുറത്തിറക്കുന്നത് ഡിസംബർ 9-നായിരുന്നു. ഡിസംബർ 9 സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ദിവസം കൂടിയായിരുന്നു എന്നുള്ളത് തന്നെയായിരുന്നു. അതുതന്നെയായിരുന്നു ഇത്തരത്തിലൊരു തീരുമാനം വൈകിപ്പിക്കണം, കുറച്ച് സമയമെങ്കിലും നൽകണം എന്നുള്ള ആവശ്യം ഈ രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്താനുള്ള പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഒരു മാസം മാത്രമായിരുന്നു ഇതിനൊരു കാലാവധി നിശ്ചയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും അധികം ആളുകൾക്ക് ഫോം നൽകാനും ഒപ്പം തന്നെ അവ പൂരിപ്പിച്ച് അവ തിരികെ ലഭ്യമാക്കുക, ഒപ്പം തന്നെ അതിനുശേഷം ഡിജിറ്റൈസ് നടപടികൾ പൂർത്തീകരിക്കുക എന്നുള്ളത് BLOമാരെ സംബന്ധിച്ച് അവർക്ക് വളരെയധികം പാടുപെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. നിരവധി പേർ ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതിവിശേഷം രാജ്യമെമ്പാടും നിരവധി പേർ ആത്മഹത്യ ചെയ്തതായിട്ടുള്ള വാർത്തകളൊക്കെ പുറത്തു വരികയും ചെയ്തായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് ഇപ്പോൾ ഒരാഴ്ച കൂടി ഇപ്പോൾ സമയം അനുവദിച്ച് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഡിസംബർ 11 വരെ ഇതിന്റെ സമയം നീട്ടി നൽകിയിരിക്കുന്നു. ഡിജിറ്റൈസ് ചെയ്ത ഫോമുകളുടെ വിതരണം അത് ഡിജിറ്റൈസ് ചെയ്യാനുള്ള അവസാന തീയതി ഡിസംബർ 11 എന്നുള്ളതാണ്. ഡിസംബർ 16-നായിരിക്കും ഇതിന്റെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. ഒപ്പം തന്നെ ഇതിന്റെ അന്തിമ വോട്ടർ പട്ടിക അതിന്റെ ഈ മറ്റേതെങ്കിലും തരത്തിൽ ഈ വോട്ടർമാരെ ചേർത്തിട്ടുണ്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ അതൊക്കെ ക്രോഡീകരിച്ച് അതിനുശേഷം അടുത്ത വർഷം ഫെബ്രുവരി 14-ന് ഈ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നുള്ളതാണ് നിലവിലിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു വിവരം. BLOമാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് BLOമാരെ ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചിരുന്നത്. അവർക്ക് കൂടുതൽ ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പണിയെടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അവരെ സംബന്ധിച്ച് അത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അവർക്കിപ്പോൾ കുറച്ച് ആശ്വാസം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 7 ദിവസം കൂടി നീട്ടി നൽകിയിരിക്കുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ളതാണ്.